അതാണ് സംഘികളും ഹിന്ദുക്കളും തമ്മിലുള്ള മാറ്റം. എന്താണ് ആ മാറ്റം? പലപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങൾ സംഘികൾ എന്ന് പറയുന്നത് ഹിന്ദു സഹോദരങ്ങൾ അല്ല. സംഘികൾ എന്ന് പറയുന്നത് തനി വർഗീയത തീവ്രവാദം പറയുന്ന ആളുകളാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ഇന്നലെ ഒരു വാർത്ത ഉണ്ടായിട്ടുണ്ട്. അതാണ് ഹിന്ദുക്കളും സംഘികളും തമ്മിലുള്ള മാറ്റം. ഈ സംഘി മനോഭാവക്കാരെ വർഗീയ ചേരിതിരിവുണ്ടാക്കുന്ന തീവ്രവാദം മാത്രം പറയുന്ന ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെയുള്ള ആളുകൾ അമ്പലത്തിലേക്കോ പള്ളികളിലേക്കോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ചർച്ചുകളിലേക്കോ മറ്റു സാംസ്കാരിക വേദികളിലേക്കോ ഒന്നും വിളിക്കരുത്, അവരെ ജനകീയരാക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്നലെ വന്ന ഈ വാർത്ത മാത്രം മതി നമുക്ക് അവരെ മനസ്സിലാക്കാൻ. കാരണം എന്ത് നല്ല പരിപാടിയാണെങ്കിലും അവരുടെ വായിലൂടെ വർഗീയത മാത്രമേ തുപ്പൂ. ഏതായാലും ആദ്യമായി ആ അമ്പലത്തിൻ്റെ കമ്മിറ്റിക്കാർക്ക് 1000 അഭിനന്ദനങ്ങൾ നേരുകയാണ്. നമ്മുടെ സമുദായം ഇത് തിരിച്ചറിയണം കേട്ടോ. സംഘികളെ എതിർക്കുന്നവരെ മാറ്റി നിർത്തി സംഘികളെ സ്റ്റേജിൽ കയറ്റുന്ന ആ പരിപാടി നമ്മൾ നിർത്തണം, ശരിക്കും എല്ലാവരും നിർത്തണം. ഇപ്പോൾ ബാംഗ്ലൂരു കർണാടകയിലെ ക്ഷേത്ര പരിപാടിയിൽ BJP MLA ഹരീഷ് പൂഞ്ച നടത്തിയ വർഗീയ പ്രസംഗത്തിൽ ഖേദം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ക്ഷേത്ര കമ്മിറ്റി. ആ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രദേശത്തെ മുസ്ലിങ്ങൾക്ക് ക്ഷേത്ര കമ്മിറ്റി കത്ത് നൽകിയിരിക്കുകയാണ്. MLA നടത്തിയ വർഗീയ പ്രസംഗത്തിന് പിന്നാലെ ഹിന്ദു മുസ്ലിം സമുദായ നേതാക്കൾ പ്രത്യേകം യോഗം വിളിക്കുന്നു. ഈ യോഗത്തിന് ശേഷമാണ് ദേവര ഗുഡ്ഡസേവ ട്രസ്റ്റ് ഖേദം പ്രകടിപ്പിച്ച് കത്ത് നൽകിയത്. ഗ്രാമത്തിൽ മതസൗഹാർദ്ദം ശക്തമാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ട്രസ്റ്റ് പ്രസിഡന്റ് പറഞ്ഞു. ക്ഷേത്രോത്സവത്തിൽ കാലങ്ങളായി പ്രദേശവാസികളായ മുസ്ലിങ്ങൾ സഹകരിക്കുന്നുണ്ടായി. മുസ്ലിം നിവാസികളെ ക്ഷേത്രത്തിലേക്ക് ക്ഷണിച്ചതിനെ പൂഞ്ച എതിർക്കുക. നമ്മുടെ ഏറ്റവും വലിയ തെറ്റ് എല്ലാവരെയും ഐക്യത്തോടെ ഒരുമിച്ച് കൊണ്ടുപോവുക എന്നതാണല്ലോ. അങ്ങനെ അദ്ദേഹം പ്രസംഗിച്ചത്. നമ്മൾ പള്ളിയിൽ പോയി ഒരു ക്ഷണം നൽകേണ്ടതിൻ്റെ ആവശ്യകത എന്തായിരുന്നു എന്നും പൂഞ്ച പ്രസംഗത്തിൽ ചോദിക്കുമ്പോൾ, പ്രസംഗത്തിൽ മുസ്ലിങ്ങൾ പരിപാടിക്കിടെ ട്യൂബ് ലൈറ്റുകൾ തകർത്തതായും പ്രകാശിപ്പിക്കുന്നതിനായി ഉപയോഗിച്ചിരുന്ന ജനറേറ്ററുകളിൽ നിന്ന് ഡീസൽ മോഷ്ടിച്ചതായും ഒക്കെ, അതായത് കളവ് പോലും ഈ പൂഞ്ച ആവശ്യപ്പെട്ടു എന്നാണ്. ബാംഗ്ലൂരിൽ നടന്ന 2 കൊലപാതകങ്ങളെ തുടർന്ന് തീരദേശ ദക്ഷിണ കന്നഡ ജില്ലയിലെ വർഗീയ സംഘർഷം ഉണ്ടായതിന് പിന്നാലെയാണ് പൂഞ്ച വർഗീയ പ്രസംഗം നടത്തിയത് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ, പ്രാദേശിക മുസ്ലിം സമൂഹത്തിനെതിരെ ഇയാൾ മോഷണമടക്കം ആരോപിച്ചു. സംഭവത്തിൽ MLAക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പക്ഷെ ആ ക്ഷേത്ര കമ്മിറ്റിയുടെ ഇടപെടൽ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ നാട്ടിൽ പല രീതിയിലുള്ള പരിപാടികൾ നടക്കും. സ്വാഭാവികമായിട്ടും നമ്മുടെ വ്യത്യസ്ത മതങ്ങൾ, വ്യത്യസ്ത ആശയങ്ങളുള്ളവരാണെങ്കിലും മറ്റുള്ളവൻ്റെ ആചാരങ്ങളെയും മറ്റുമൊക്കെ മാനിച്ചുകൊണ്ട്, ആഘോഷങ്ങളെയൊക്കെ മാനിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ പരസ്പരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരു സ്ഥലത്ത്, ഒരു ഐക്യപ്പെട്ട് നിൽക്കുന്ന അങ്ങനെയുള്ളൊരു സ്ഥലത്ത് പോലും ഇവരെ പോലെ സംഘി മനോഭാവക്കാർ, വർഗീയ ചേരിതിരിവുണ്ടാക്കുന്ന മനോഭാവക്കാർ ഉണ്ടാക്കുന്നതിന് മാപ്പ് പറയേണ്ട, ഖേദം പ്രകടിപ്പിക്കേണ്ട ഗതികേടാർക്കാ? ഈ പറയുന്ന ഹൈന്ദവ സമൂഹത്തിനാണ്. ഈ ഹൈന്ദവ സമൂഹത്തിനെ മുഴുവനും മാനം കെടുത്തിയതും അതേപോലെ തന്നെ എല്ലാ രീതിയിലും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നതും മറ്റുള്ള മതക്കാരല്ല, നേരെ മറിച്ച് ഇവരുടെ കൂട്ടത്തിലാണ് എന്ന് പറയുന്ന സംഘി മനോഭാവങ്ങളെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടതും. അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ മാറ്റി നിർത്തേണ്ടതും. അവരെയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കാണ് ശരിക്ക് ഒരു ബഹുസ്വര സമൂഹത്തിന് വേണ്ടത് എന്നുള്ളത് ഈ സമയത്ത് പറയാതിരിക്കാൻ നിർവാഹമില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്നൊരു പണിയുണ്ട്. ഇപ്പം എൻ്റെ സമുദായത്തിലെ ആളുകൾ, വലിയ വലിയ ആളുകൾ വരെ ചെയ്യുന്ന ഒരൊറ്റ പണിയുള്ളൂ. അവരെ കൊണ്ടുവന്ന് സ്റ്റേജിലിരുത്തി അവരെ മനസ്സിലാക്കിയിട്ട്, എത്രയോ ഹൈന്ദവ പണ്ഡിതന്മാരും അതേപോലെ തന്നെ നല്ല നല്ല മറ്റു മതങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അവരെയൊക്കെ അങ്ങനെ തന്നെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന, പ്രസംഗിക്കുന്ന എത്രയോ പണ്ഡിതന്മാരുണ്ട്. പക്ഷെ അവരെ ഒന്നും ഇവർക്ക് ആവശ്യമുണ്ടാവില്ല. സംഘി മനോഭാവം ഏറ്റവും കൂടുതൽ വർഗീയത പറയാൻ ഉപയോഗിക്കുന്ന അത്തരം രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകളെ സ്റ്റേജിൽ കയറ്റിയിട്ട് അവരെ ജനകീയനാക്കി മാറ്റി, അവരുടെ പാർട്ടിയെയും ജനകീയമാക്കി മാറ്റുന്ന, ഇപ്പോഴും അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നൊരവസ്ഥ. ഇപ്പോൾ ഈ കർണാടകയിൽ നിന്ന് വരുന്ന ഈ ഒരു വാർത്ത, ക്ഷേത്ര കമ്മിറ്റി മാപ്പ് പറഞ്ഞുകൊണ്ട് അവിടുത്തെ സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുന്ന രീതിയിലാണ് ഈ MLAയുടെ പ്രസംഗം ഉണ്ടായത് എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ അങ്ങനെ ഒരു നിലപാടെടുത്ത ക്ഷേത്ര കമ്മിറ്റിക്ക് അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട്, ഇതൊക്കെ ഇങ്ങനെ സംഘി മനോഭാവങ്ങളെ തിരിച്ചറിയാൻ എല്ലാവർക്കും നന്നാവും എന്നുള്ളത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി.